അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഫിഖ്ഹ് പാഠം 146. ജുമുഅ നിസ്കാരത്തിനു വേണ്ടി പള്ളിയിലേക്ക് വരുന്ന ആളുകൾ വ്യാപകമായി വാഹനം ഉപയോഗിക്കുന്ന പുതിയ കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നതാവട്ടെ, ജുമുഅക്ക് വരുന്ന ആളുകൾ വാഹനം ഉപയോഗിക്കാതെ നടന്നു വരലാണ് സുന്നത്ത് എന്നാണ്. വയുസന്നു ലിമുതീഖിൽ മശ്യി അൻ യഅതിയ ഇലൈഹാ കകുല്ലി ഇബാദത്തിൻ മാശിയൻ ഇല്ലാ ലിഉദ്രിൻ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിൽ ജുമുഅക്ക് വേണ്ടി നടന്നു വരലാണ് സുന്നത്ത് എന്ന് തുഹ്ഫയുടെ ഇബാറത്ത്. പ്രത്യേകിച്ച് കാരണം ഇല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ മുഗ്നിയുടെ ഇബാറത്ത് വ്യക്തമാക്കുന്നത് പോലെ വയുസന്നു അൻ യഅതിയ ഇലൈഹാ മാശിയൻ ഇൻ ഖദറ വലം യശുഖ അലൈഹി. കഴിയുമെങ്കിൽ, നടക്കുന്നത് കൊണ്ട് പ്രയാസമില്ലെങ്കിൽ നടന്നു തന്നെയാണ് ജുമുഅക്ക് പോകേണ്ടത്. അവിടെ ഫുഖഹാ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ദീർഘമായ വഴിയിലൂടെയാണ് നടക്കേണ്ടത്. കാരണം പരമാവധി കൂടുതൽ നടക്കുക എന്നതാണ് അവിടെ മത്ലൂബ്. അപ്പോൾ നടക്കൽ സുന്നത്ത്, ദീർഘവഴിയിൽ നടന്നുകൊണ്ട് പള്ളിയിലേക്ക് പോകൽ അത് മറ്റൊരു സുന്നത്ത്. അതിനെല്ലാം വലിയ പ്രതിഫലമുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് കാണും. മൻ വസ്സല യൗമൽ ജുമുഅത്തി വഗ്തസല വബക്കറ വബ്തകറ വമശാ വലം യർകബ് വദനാ മിനൽ ഇമാമി വസ്തമഅ വലം യൽഗു കാന ലഹു ബികുല്ലി ഖത്വത്തിൻ അമലു സനാഹ്. ഒരാൾ ജുമുഅയുടെ കുളി നിർവഹിച്ചു, നേരത്തെ പള്ളിയിലേക്ക് നടന്നുപോയി, വാഹനം കയറിയില്ല, അങ്ങനെ ഇമാമിൻ്റെ അല്ലെങ്കിൽ ഖത്തീബിൻ്റെ ഖുത്ബ ശ്രദ്ധിച്ചു കേട്ടു. എന്നാൽ ഓരോ ചവിട്ടടിക്കും ഓരോ വർഷത്തെ അമലിൻ്റെ പ്രതിഫലം, ഓരോ വർഷത്തെ അമലിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും എന്ന് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസ്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവും അതുപോലെ മുഹമ്മദുർ റംലി തങ്ങളും എല്ലാവരും അവരുടെ കിതാബുകളിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചതിനു ശേഷം ഇപ്രകാരം പറഞ്ഞു: ഖീല ലൈസ ഫിസ്സുന്നത്തി ഫി ഖബരിൻ സ്വഹീഹിൻ അക്സറു മിൻ ഹാദ സവാബി ഫലിയുതനബ്ബഹ് ലഹു. ഒരു സ്വഹീഹായ ഹദീസിലൂടെ ഈ വിധം പ്രതിഫലം പറയപ്പെട്ട വേറെ ഒരു ഹദീസ്, വേറെ ഒരു കാര്യം ഇല്ല എന്ന് തന്നെ പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇക്കാര്യത്തിൽ ഉണരണം എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. അപ്പോൾ ഒരു ഖത്വത്തിന് അഥവാ ഒരു ചവിട്ടടിക്ക് ഒരു വർഷത്തെ ഇബാദത്ത്, ആ ഒരു വർഷത്തിൽ അയാൾ നിർവഹിക്കുന്ന, ആ ഒരു വർഷത്തിൽ അയാൾ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും എല്ലാ സമയവും നിസ്കാരത്തിലും നോമ്പിലുമൊക്കെയായി അദ്ദേഹം ചെയ്യുന്ന ഒരു വർഷത്തെ ഇബാദത്തിൻ്റെ പ്രതിഫലമാണ് ഒരു ചവിട്ടടിക്ക് ലഭിക്കുക എന്ന് പറയുമ്പോൾ എത്രയെങ്ങാനും പ്രതിഫലങ്ങളാണ് വാഹനം ഉപയോഗിച്ച് ജുമുഅക്ക് പോകുന്ന ആളുകൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നത് എന്ന് ചിന്തിക്കുകയും ഇനി മുന്നോട്ട് ജുമുഅക്ക് വേണ്ടി, അതുപോലെ മറ്റ് ജമാഅത്തുകൾക്ക് വേണ്ടി, മയ്യിത്ത് നിസ്കാരത്തിന് വേണ്ടി, പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി എല്ലാം വാഹനമെടുത്ത് യാത്ര ചെയ്ത് പോകുന്ന ആളുകൾ അത് ഉപേക്ഷിക്കുകയും കാൽനടയായി അത്തരം ഇബാദത്തുകളിലേക്ക് നടന്നു നീങ്ങാൻ ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി സന്നദ്ധരാവുകയും വേണം.
വലിയ പ്രതിഫലമാണ് അതുവഴി നമുക്ക് ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.